ഇക്കൊല്ലം നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു 6ാം ക്ലാസ്സിന്റെ സിലബസ് മാറ്റം. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം സിലബസ് മാറിയത് കൊണ്ട് തന്നെ പുതിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ മാത്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ വന്നിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ്റെ ഒക്കെ പാറ്റേൺ മൊത്തത്തിൽ ഒന്നുകൂടെ ഹയർ ആയിട്ടുണ്ട്, ലെവലൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, കുറച്ച് ടഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കേൾക്കുന്ന വേറൊരു ന്യൂസാണിത്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. 8, 9, 10 നമ്മുടെ ഹൈസ്കൂൾ സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓണം എക്സാമിൻ്റെ ചോദ്യ പേപ്പറിൻ്റെ പാറ്റേൺ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യലി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ ചേഞ്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഹൈസ്കൂളിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നതുകൊണ്ട് തന്നെ യു പിയിലുള്ള നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതുപോലൊരു ചേഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറ്റം നമുക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈവൻ ഒഫീഷ്യലി വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി വന്നിട്ടില്ല, പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ഇതുപോലൊരു പാറ്റേൺ ചേഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ വേണം നിങ്ങൾ സീരിയസ് ആയിട്ട് ഓണ പരീക്ഷയെ നേരിടേണ്ടത്. അപ്പോൾ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ കൊല്ലം എല്ലാം പഠിച്ചു പോയതുപോലെ ജസ്റ്റ് കാണുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയി, അല്ലെങ്കിൽ കാണുന്ന ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ ഫുൾ എ ഗ്രേഡ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ സിലബസ് എന്ത് ചെയ്യണം, അരച്ച് കലക്കി അതിൻ്റെ എല്ലാ മുക്കും മൂലയും കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മക്കളെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ വളരെ സീരിയസ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യുക, ഓണ എക്സാമിന് വേണ്ടിയിട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ എക്സാമാണ് ഇക്കൊല്ലത്തെ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് എക്സാം തന്നെ ഫുൾ എ ഗ്രേഡ് വാങ്ങിയിട്ട് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എങ്ങനെയാണ് ഓണ എക്സാമിന് പഠിക്കേണ്ടത്, ഇനിയും ഒരു സ്റ്റഡി പ്ലാനോ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല, ഈ ഒരു ദിവസങ്ങൾ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നാളെ കറക്റ്റ് 7 മണിക്ക് നമ്മുടെ 6ാം ക്ലാസ്സിൻ്റെ ചാനലിൽ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇവൻറ്റിൽ ഓണം എക്സാമിൻ്റെ കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ എങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ലൈവ് നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ യുവ ബാച്ചിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തു. നമ്മുടെ ബാച്ചിൻ്റെ ലോഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. അപ്പോൾ കുറേ മക്കൾ ജോയിൻ ചെയ്തു. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മക്കൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ എക്സാമിനുള്ള സിലബസ് എല്ലാം ബാച്ചിൽ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് റിവിഷൻ ക്ലാസ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ക്ലാസ് ഒന്ന് മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം മക്കളെ, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലൈവ്, നാളത്തെ ലൈവിൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നാളത്തെ ലൈവിൽ ഓണം എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ ലൈവ് മിസ്സാക്കണ്ട. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്.